ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടൊരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത പൈപ്പുകൾ നമുക്ക് യാതൊരു ഫിറ്റിങ്സും ഇല്ലാതെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ലൈൻ പൈപ്പ് പൊട്ടിപ്പോയി ചെറിയൊരു പൊട്ടലാണ് എന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ് 3/4 ഇഞ്ച് പൈപ്പാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് പൈപ്പിൻ്റെ 2 കപ്ലിങ്ങാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത്. ഇവിടെ വന്ന് മണ്ണ് മാറ്റിയപ്പോഴാണ് മനസ്സിലായത് 3/4 റെഡ്യൂസ് ചെയ്ത് വിട്ടേക്കാണ്. 3/4 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്ത് വിട്ടേക്കാണ്. നമ്മൾ കൊണ്ടുവന്നത് 3/4 ഇഞ്ചിൻ്റെ കപ്ലിങ്ങുമാണ്. മണ്ണ് മാറ്റിയപ്പോഴാണ് ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലായത്. പക്ഷേ ഇവിടെ നിന്നൊരു കുഴപ്പം വന്നത് റെഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ 1 ഇഞ്ചിൻ്റെ ഭാഗത്ത് റെഡ്യൂസറിന് ഒരു ചെറിയൊരു പൊട്ടലും അതേപോലെ 1 ഇഞ്ചിൻ്റെ അതിൽ നിന്ന് ലൂസും അതിൽ നിന്ന് ഊരിപ്പോയതാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും വെള്ളം ലീക്ക് വന്നത്. നമ്മൾ കൊണ്ടുവന്നത് 3/4 ഇഞ്ച് പൈപ്പ് 3/4 കപ്ലിങ് വെച്ചാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കുറച്ച് മണ്ണും കൂടെ ഒന്ന് മാറ്റി, കാരണം 2 പൈപ്പുകൾ കയറ്റിയിടണമല്ലോ എന്ന് പറഞ്ഞ് മണ്ണ് മാറ്റിയപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ അകത്ത് മൊത്തം കപ്ലിങ്ങേ ഉള്ളൂ. ഒരു കടയിലെ മൊത്തം കപ്ലിങ് ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ കൂട്ട് തന്നെയാണ്. ചറ പറ 1 ഇഞ്ചിൻ്റെ കപ്ലിങ് വെച്ച് ഒട്ടിച്ചേക്കാണ്. നമ്മളിതിനി കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ 2 സൈഡും കട്ട് ചെയ്തു. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിന് നമ്മുടെ സിമ്പിളായിട്ടൊരു ഐഡിയ ഉണ്ട്. 3/4 ഇഞ്ച് കപ്ലിങ്ങും ഉണ്ട്. നമ്മൾ ഈ 1 ഇഞ്ച് പൈപ്പോട് കണക്ട് ചെയ്യും. അതിനായിട്ട് നമ്മൾ ഈ 1 ഇഞ്ച് പൈപ്പ് ഇവിടെ കിടന്ന തന്നെ പൈപ്പാണ് കേട്ടോ. ആ 1 ഇഞ്ച് പൈപ്പ് കണ്ട് ഇതേപോലെ പേപ്പർ കത്തിച്ച് ഒന്ന് ചൂടാക്കണം, നല്ലോണം ഒന്ന് ചൂടാക്കണം. എന്നിട്ട് നല്ലൊന്ന് ചൂടായതിന് ശേഷം ഇതൊന്ന് കപ്ലിംഗ് ആക്കി നമുക്ക് മാറ്റണം. അതിന് വേറൊരു തുണ്ട് പൈപ്പ് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, ആ കട്ട് ചെയ്ത ആ തുണ്ട് പൈപ്പ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കപ്ലിംഗ് ഇടാൻ പറ്റും, അതായത് കപ്ലിംഗ് അടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചൂടാക്കിയ പൈപ്പിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ മറ്റേതിൽ നിന്ന് കട്ട് ചെയ്ത ആ പൈപ്പ് എടുത്ത് നമ്മളാണ്ട് ഇതേപോലെ നല്ല രീതിക്ക് ഒന്ന് കറക്കി ഒന്ന് കപ്ലിംഗ് ആക്കുകയാണ്. ഒന്നും കൂടെ ആ സൈഡ് തന്നെ, അതായത് അടുത്തൊരു തുണ്ടും കൂടെ തന്നെ കയറ്റി നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ചുള്ളിപ്പോവും. അതായത് ചുള്ളിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഉരുകി താഴോട്ടാവുന്ന രീതിയാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 3/4 ഇഞ്ചിൻ്റെ കപ്ലിങ്ങിൻ്റെ അകത്ത് നല്ല രീതിയിൽ പശ തേച്ചിട്ട് നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തില്ലേ, കപ്ലിംഗ് അടിച്ചില്ലേ, അതായത് ഈ പൈപ്പിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പശയും തേച്ച് ദാണ്ട് ഈ കപ്ലിങ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അകത്തോട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? സംഭവം കിടുവല്ലേ. അങ്ങനെ നമ്മൾ 1 ഇഞ്ചിൻ്റെ അകത്ത് കപ്ലിങ്ങിൻ്റെ അകത്ത് കപ്ലിങ് അടിച്ച് തീയിട്ട് നമ്മൾ അടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഈ 3/4 ഇഞ്ച് കപ്ലിങ് എന്ന്, അതായത് നമ്മൾ ഒട്ടിക്കാൻ കൊണ്ടുവന്ന 3/4 ഇഞ്ച് കപ്ലിങ് ഈ 1 ഇഞ്ചിൻ്റെ അകത്ത് കയറ്റി. ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ. ഇതുവരെ ഇളകിയിട്ടുമില്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് തന്നെ, ഇതൊന്ന് വീഡിയോ എടുത്താലോ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും, അതായത് അതേ ലെങ്തിന് നമ്മൾ എവിടെ വെച്ചാണോ മുറിച്ചളഞ്ഞ് അതേ ലെങ്തിന് ആ പൈപ്പിൻ്റെ അളവെടുത്തിട്ട് ആ തലയും നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. കാരണം നമ്മൾ 1 ഇഞ്ചിൻ്റെ കപ്ലിങ് കൊണ്ടുവന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പൈപ്പിൽ തന്നെ കപ്ലിങ് അടിച്ച് നമ്മൾ മുറിച്ചിട്ട പൈപ്പിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ കപ്ലിങ്ങും കൂടെ ചേർത്ത് കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ 2 കാര്യങ്ങൾ ഇവിടെയാണ് നടന്നത്. അതായത് ഒരു ചെറിയ പൈപ്പ് എടുത്ത് നമ്മൾ വലിയ പൈപ്പോട്ട് കണക്റ്റും ചെയ്തു, നമ്മളിവിടുത്തെ ലീക്കും കാര്യങ്ങളും ഇല്ലാതാക്കി, അതായത് പൊട്ടലും കാര്യങ്ങളും മാറ്റുകയും ചെയ്ത് പഴയ കിടന്ന ഒരു 3-4 ഇഞ്ച് ഒട്ടിച്ച കപ്ലിംഗ് ഭാഗം എല്ലാം നമ്മളത് കട്ടിങ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ഒട്ടിച്ച് കയറ്റിയ 3/4 ഇഞ്ചിൻ്റെ അകത്തും അതേപോലെ ഈ 3/4 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് പശ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈബോണ്ട് എന്ന് പറയുന്ന സോൾവെൻ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല സൂപ്പർ സാധനമാണ്, സെറ്റായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ അകത്തും ഇതേപോലെ സോൾവെൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ അകത്തും നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. 2 ഒരേ സമയം തന്നെ നമുക്ക് കയറ്റിയിടണം. അതായത് ഒരിടത്ത് കയറ്റി ഇട്ടാൽ ഉടനെ തന്നെ നമുക്ക് അടുത്തടുത്തും കയറ്റി ഇടണം. അതിന് വേണ്ടിയിട്ടാണ് ആ ലെങ്ത് നമ്മൾ മാന്തിയത് തന്നെ. എന്നിട്ടാണ് ഇതൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. സംഭവം നേരെ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇത് മേപ്പോട്ട് പിടിച്ച് ആ 1 ഇഞ്ച് പൈപ്പും നമ്മൾ ഇതേപോലെ തന്നെ തെള്ളി കയറ്റിയിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വേറെ കപ്ലിങ്ങിൻ്റെ ആവശ്യം വന്നില്ല, വേറെ പൈപ്പിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ കപ്ലിങ് കൊണ്ടുവന്നിട്ട് നമ്മൾ 1 ഇഞ്ച് പൈപ്പിൻ്റെ അകത്ത് നമ്മൾ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ, സൂപ്പറല്ലേ. ഇതേപോലെ എവിടെയെങ്കിലും നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനേ ഉള്ളൂ. കാരണം നമ്മുടെ ആദ്യം പറഞ്ഞത് 3/4 ഇഞ്ച് പൊട്ടി, അതുകൊണ്ട് കപ്ലിങ് നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ടെസ്റ്റ് മനസ്സിലായത്. അതിനനുസരിച്ച് നമ്മൾ അത് സെറ്റാക്കി കൊടുത്തതും. എന്തായാലും സംഭവം കിടുവാക്കിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ഇതൊരു വാട്ടർ ലൈൻ വരുന്നതാണ്, കണ്ടില്ലേ, മീറ്ററും കാര്യങ്ങളെല്ലാം ഇരിക്കണം. ആ വാട്ടർ ലൈനിൽ നിന്നാണ് കണക്ഷൻ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഔട്ടിലൊരു ടാങ്കിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഭാഗത്താണ് ഇത് സംഭവം ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയത്. അപ്പോൾ നിസ്സാരമായിട്ടും അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ്